പുണ്യനബിക്ക് നുബുവത്ത് കിട്ടിയത് മക്കയിലാണ്, പാറാൻ കുന്നുകളിലാണ്, ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ. എന്തിനെന്നറിയോ? കഅബാലയം ലോകാവസാനം വരെയുള്ള അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ആരാധനയുടെ ദിശയാണെങ്കിൽ, ഡയറക്ഷനാണെങ്കിൽ, ഖിബിലയാണെങ്കിൽ ലോകാവസാനം വരെ ആരാധനാ കർമ്മങ്ങൾ, സംസ്കാരം പഠിപ്പിക്കാൻ വന്ന അന്ത്യപ്രവാചകൻ ആ നാട്ടുകാരൻ തന്നെയാവണമെന്ന് അള്ളാഹുവിന്റെ അസലിയായ തീരുമാനം. പുണ്യനബി അവിടെ നിന്നാ വരുന്നത്. ഇനി അവർക്ക് ശേഷം വേറെ നബിയില്ലല്ലോ. അതുകൊണ്ട് ആരാധനയുടെ ദിശ ഖിബിലയിലേക്ക്, മക്കയിലേക്ക്. സംസ്കാരങ്ങളുടെ നേതാവ്, ആശയങ്ങളുടെ, മൂല്യങ്ങളുടെ സരളമായ, വളരെ സൗമ്യമായ, അതിസുന്ദരമായ സംസ്കാരത്തിന്റെ മനോഹരമായ ആ ഒരു കുത്തിയൊഴുക്ക്, അതിന്റെ തുടക്കവും മക്കയിൽ തന്നെ, വിശുദ്ധ ജബലുന്നൂറിൽ. പ്രവാചകന്മാർ ആ മക്കയിലേക്ക് ഒഴുകുകയായിരുന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാദിൽ അസ്റഖിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു സുഹാബികളെ, അയ്യു വാദിൻ ഹാദാ, ഈ താഴ്വര ഏത് താഴ്വരയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, വാദിൽ അസ്റഖ്, ഇത് നീല താഴ്വരയാണ്. അസ്റഖ് എന്ന ആ സ്ഥലത്തിന്റെ പേര് വാദിൽ അസ്റഖ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, കഅന്നീ ബിനബിയില്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ, അല്ലാഹുവിന്റെ റസൂലും കലീമുള്ളയുമായ മൂസാ നബി അലൈഹിസ്സലാം ഈ വാദിൽ അസ്റഖിന്റെ താഴ്വരയിലൂടെ വഹുവ യുലബ്ബി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്ത് ചൊല്ലി അങ്ങകലെ ആഫ്രിക്കയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം യഹുജ്ജൽ ബൈത്തുൽ അതീഖ്, കഅബാലയത്തെ ലക്ഷ്യമാക്കി വാദിൽ അസ്റഖിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്വഹാബികളെ, ഹബീബിന്റെ നരേറ്റീവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, മൂസാ നബിയെ ഞാനിതാ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. BC 3000 കഴിഞ്ഞു പോയ നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഞാനിതാ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വാദിൽ അസ്റഖിൽ ഒരു ഒട്ടകപ്പുറത്ത് പരുത്തിയുടെ 2 പുതപ്പ്, ഒരു പുതപ്പ് തോളിലും ഒരു പുതപ്പ് അരമുണ്ടായും ഉടുത്തുകൊണ്ട്, ഒരു ഒട്ടകത്തിന്റെ, മഹാന്റെ ഒട്ടകത്തിനൊരു മൂക്ക് കയറുണ്ട്. ഖിതാമുഹാ ലീഫുൻ, ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറ്, മൂക്ക് കയറുള്ള ഒരു ഒട്ടകപ്പുറത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചുകൂടെ നടന്ന് ഒരു ദൂരമെത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ ഇതെവിടെയാണ്? അയ്യു സനിയത്തിൻ ഹാദിഹി, ഈ മലയുടെ പേരെന്താണ്? സനിയത്തു ഹർഷ, ഇത് ഹർഷ എന്ന് പറയുന്ന കുന്നാണല്ലോ നബിയെ. ജുഹ്ഫ എന്ന മീഖാത്തിന്റെ അടുത്തുള്ള കുന്നാണ് ഹർഷ എന്ന് പറയുന്ന കുന്ന്. ആ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കടൽ കാണാൻ പറ്റും. നബി പറഞ്ഞു, ഈ ഹർഷ കുന്നിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ കുന്നിന്റെ താഴ്വരയിലൂടെയാണ് മഹാനായ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ 40 ദിവസം കിടന്ന യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, നീനവക്കാരനായ യൂനുസ് നബി ഹർഷ കുന്നിന്റെ മുകളിലൂടെ വലഹു ജുആറുൻ ബിത്തൽബിയ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഖണ്ഡമിടറി, തൊണ്ടയിടറിക്കൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ലബ്ബൈക ചൊല്ലി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന സ്വഹാബികളെ. അമ്പിയാക്കന്മാർ വരികയാണ് ശുദ്ധമായ മക്കയിലേക്ക്. വാദി അസ്ഫാനിൽ എത്തിയപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂബക്കർ അയ്യു വാദിൻ ഹാദാ, ഇത് ഏത് താഴ്വരയാണ് സിദ്ദീഖേ റളിയല്ലാഹു അൻഹു? മഹാൻ പറഞ്ഞു, നബിയേ വാദി അസ്ഫാൻ, ഇത് വാദി അസ്ഫാൻ ആണല്ലോ നബിയേ. കഅന്നീ ബിനബിയില്ലാഹി സ്വാലിഹ് അലൈഹിസ്സലാം വനബിയില്ലാഹി ഹൂദ് അലൈഹിസ്സലാം. ആദ് തമൂദ് ഗോത്രങ്ങളിലേക്ക് വന്ന, തമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബിയും ആദ് സമൂഹങ്ങളിലേക്ക് വന്ന ഹൂദ് നബിയും വാദി അസ്ഫാനിലൂടെ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരു വഹയിന്റെ വെളിച്ചത്തിൽ ഈ ഉമ്മത്തിന് പറഞ്ഞു തരികയാണ്. അമ്പിയാക്കന്മാർ ഒഴുകുകയാണ്. ആ താഴ്വരയെ കാണിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു,
ഇതാ ഈ താഴ്വരയിലൂടെ 70 നബിമാർ തൽബിയത്ത് ചൊല്ലി അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് കഅബാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ. ഹജ്ജ ആദം അലൈഹിസ്സലാം 70 ഹജ്ജതൻ റാജിലൻ എന്ന ഹദീസിലുണ്ട്. ചില റിവായത്തിൽ 40 അല്ല 70 തവണ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം. 70 തവണ. താരീഖ് മക്കയിൽ അതിൽ സംബന്ധമായ റിവായത്തുകൾ കാണാൻ കഴിയും. 70 തവണ റാജിലൻ, അതും നടന്നുകൊണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം 1000 വർഷം ജീവിച്ച നബിയാണ്. നമ്മുടെ വല്യപ്പ ആദം അലൈഹിസ്സലാം 1000 വർഷത്തെ ആയുസ്സുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, ചരിത്രം അതാണ്. നൂഹ് നബി അലൈഹിസ്സലാം 1000-ലേറെ കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 950 കൊല്ലം ദഅവത്ത് തന്നെ. നുബുവത്ത് കിട്ടുന്നത് 300-ാം കൊല്ലം. കപ്പലൊക്കെ നങ്കൂരമിട്ടതിന് ശേഷവും ഏകദേശം 400 കൊല്ലം ജീവിച്ച് മരണപ്പെട്ട നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അമ്പിയാക്കന്മാർ കടന്നുപോയ മണ്ണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചത്. അതുണ്ടാക്കിയത് ആരെന്നറിയുമോ? മലായികത്തുകൾ. ആദ്യത്തെ കെട്ടിടം പണിതത് ആരെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാം മലക്കുകളുടെ സഹായത്തോടുകൂടെ. ആദം നബി ഹജ്ജ് കഴിഞ്ഞപ്പോ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മലക്കുകൾ റുക്നുൽ യമാനിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ബിർറ ഹജ്ജുക യാ ആദം, ആദം നബിയെ അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ. ലഖദ് ഹജ്ജനാ ഖബ്ലക ബി2000 ആം, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദം നബിയെ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഅബാലയം ഒരു ചെറിയ സംഭവമല്ലെന്ന് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഫീഹി ആയാതും ബയ്യിനാത്ത്, ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. പ്രപഞ്ചം പടച്ചതു തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനത്രേ. കുന്തു കൻസൻ മഖ്ഫിയ ഫഅഹ്ബബ്തു അൻ ഉഅറഫ്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാണ്, ഞാൻ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു. ഞാൻ അറിയപ്പെടണമെന്ന് കൊതിച്ചപ്പോഴാണ് ഫഖലഖ്തുൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളെയും ഞാൻ സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുന്നത് പോലും ബിവൽജറിങ്, നമ്മൾ അന്തം വിട്ടു പോകും. അതുകൊണ്ടാണ് ഇലാഹ് അലിഹയലഹു എന്ന് പറഞ്ഞാൽ തന്നെ അന്തം വിട്ടു പോകുന്ന അല്ലാഹുവിന് അൽ ഇലാഹാണ് അല്ലാഹു. റബ്ബിനെ കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും മനുഷ്യബുദ്ധിയെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്ന ഔവല ബൈതിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക.